السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ അൽ കബായിർ എന്ന കിതാബാണ് നമ്മൾ പഠിച്ചു വരുന്നത്. ഷെയ്ഖ് റഹിമഹുള്ള നാവുമായി ബന്ധപ്പെട്ട വൻപാപങ്ങളെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. കഴിഞ്ഞ അധ്യായമെന്നത് നാവ് അത് എങ്ങനെ ഉപയോഗിക്കണം, നാവിൻ്റെ ഉപയോഗം നാം എത്ര കണ്ട് ശ്രദ്ധിക്കണം, ജാഗ്രത കൈക്കൊള്ളണം എന്നത് ഓർമ്മപ്പെടുത്തുന്ന തെളിവുകളാണ് അതിലുണ്ടായിരുന്നത്. നാം ഓരോ വാക്കുകളും നമ്മുടെ ഓരോ സംസാരവും വളരെയധികം ശ്രദ്ധിച്ച് സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ടതാണ് എന്നത് കഴിഞ്ഞ ഒരൊറ്റ അധ്യായത്തിൽ നിന്ന് തന്നെ നമുക്ക് ബോധ്യപ്പെടും. അതിനുമാത്രം മോശമായാൽ ഏറ്റവും അപകടകാരിയായി മാറുന്നതാണ് നമ്മുടെ നാവ് എന്ന അവയവം. 16-ാമത്തെ അധ്യായമായി ഷെയ്ഖ് റഹിമഹുള്ള അദ്ദേഹം പറഞ്ഞു, ബാബുൻ മാ ജാഅ ഫീ കസ്റത്തിൽ കലാമി, സംസാരത്തിൻ്റെ ആധിക്യം, ധാരാളമായി സംസാരിക്കുക എന്നതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്ന അധ്യായം. അഥവാ സഹോദരങ്ങളെ, ധാരാളമായി സംസാരിക്കുക, ഒരാളുടെ സംസാരം അധികരിക്കുക എന്നത് വൻപാപങ്ങളിൽപ്പെട്ട ഒരു പാപമാണ് എന്നാണ് അറിയിക്കുന്നത്. ഒരാളുടെ സംസാരം അധികരിക്കുക എന്നത് പൊതുവെ ആക്ഷേപാർഹമാണ്. സംസാരം അധികരിപ്പിക്കാൻ നമുക്ക് അനുവാദമില്ല. കഴിഞ്ഞ അധ്യായത്തിൽ വിശാലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വാക്കുമതി, ശ്രദ്ധിക്കാതെ ചിന്തിക്കാതെ അതിൻ്റെ അനന്തരഫലം ഓർമ്മിക്കാതെ പറഞ്ഞു കഴിഞ്ഞാൽ, നാവിലൂടെ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരൊറ്റ വാക്കുമതി അള്ളാഹുവിന് തൃപ്തിയില്ലാത്ത, അള്ളാഹു വെറുക്കുന്ന ആ ഒരു വാക്കുമതി കിഴക്കിനും പടിഞ്ഞാറിനും ഇടയിലുള്ള ദൈർഘ്യമുള്ള നരകത്തിൻ്റെ അഗാധ ഗർത്തത്തിലേക്ക് അതിൻ്റെ ആളുകൾ ചെന്ന് പതിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് അധികരിപ്പിക്കാൻ പാടുള്ളതല്ല. അഥവാ നമ്മുടെ സംസാരം ഉപകാരപ്രദമാവുന്ന, നമ്മുടെ വാക്കുകൾ ഉപകാരപ്രദമാണ്, അത് അള്ളാഹു അനുവദിച്ചതാണ്, റബ്ബിന് തൃപ്തിയുള്ളതാണ്, അങ്ങനെയുള്ള സംസാരം മാത്രമേ നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് വരാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ സംസാരം അധികരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത്? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്തായ വാക്ക് മുന്നേ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ വായിച്ചിരുന്നു. മൻ കസുറ കലാമുഹു കസുറ സഖതുഹു, ആരുടെയെങ്കിലും സംസാരം വർദ്ധിച്ചാൽ അയാളുടെ വീഴ്ചയും വർദ്ധിക്കും. എത്ര കണ്ട് ഒരാളുടെ സംസാരം കൂടുന്നോ അതിനനുസരിച്ച് അബദ്ധങ്ങളും ഉണ്ടാകുമെന്ന് ചുരുക്കം. വമൻ കസുറ സഖതുഹു ഖല്ല ഹയാഉഹു, ആരുടെയെങ്കിലും വീഴ്ചകൾ വർദ്ധിച്ചാൽ അയാളുടെ ഹയാ കുറഞ്ഞു പോകും. അയാൾക്ക് ലജ്ജ, നാണം എന്നത് അയാളിൽ നിന്ന് ഇല്ലാതെയായി പോകും. വമൻ ഖല്ല ഹയാഉഹു ഖല്ല വറഉഹു, ആരുടെയെങ്കിലും ഹയാ കുറഞ്ഞു പോയാൽ അയാളുടെ വറഅ്, സൂക്ഷ്മത, തഖ്വ അത് കുറയും. വമൻ ഖല്ല വറഉഹു മാത ഖൽബുഹു, ആരുടെയെങ്കിലും വറഅ്, സൂക്ഷ്മത കുറഞ്ഞുപോയാൽ അയാളുടെ ഹൃദയം ചത്തുപോകും, മരിച്ചുപോകും.
സുബ്ഹാനല്ലാഹ്, നോക്കൂ എവിടുന്നാണ് തുടക്കം? സംസാരത്തിൻ്റെ ആധിക്യമാണ്. സംസാരം അധികരിച്ചാൽ അതിൻ്റെ അനന്തരഫലമാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, മുന്നേ നമ്മൾ വായിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ ഹദീസിൽ നമ്മൾ കേട്ടു, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ നല്ലത് പറയട്ടെ, അതല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. പറയുന്നത് നന്മയായിരിക്കണം, നല്ലതായിരിക്കണം, ഉപകാരപ്രദമായിരിക്കണം, അല്ലേ മിണ്ടാതിരിക്കണം എന്നതാണ്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സമത നജാ. ആരാണോ മൗനം പാലിക്കുന്നത്, മിണ്ടാതിരിക്കുന്നത്, അവൻ വിജയിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, മൗനം പാലിച്ചാൽ വിജയിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ സഹോദരങ്ങളെ, സംസാരിക്കുക എന്നത് ഖൈറാണെങ്കിൽ, നന്മയാണെങ്കിൽ രക്ഷപ്പെടും. അതല്ലേ സംസാരം മോശമായാൽ ഒരാൾ നശിച്ചു പോകും എന്നതാണ്. നല്ലത് പറയാനില്ലെങ്കിൽ മിണ്ടാതിരിക്കണം. അങ്ങനെയുള്ളവർ രക്ഷപ്പെട്ടു. വെറുതെ എന്തെങ്കിലും പറയണ്ടേ? പൊതുവെ എല്ലാവരും അഭിപ്രായം പറയുന്നു, നമ്മളെന്തെങ്കിലും പറയണ്ടേ എന്ന് പറഞ്ഞ് പറയാൻ നമുക്ക് അനുവാദമില്ല. നമ്മുടെ നാവിൽ നിന്നും പുറത്തേക്ക് പോകുന്ന വാക്കുകൾ നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതാണ് ഷെയ്ഖ് റഹിമഹുല്ലാഹ് ആദ്യമായി എടുത്തുകൊടുത്ത ആയത്തുകൾ അറിയിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖൗലുല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. തീർച്ചയായും നിങ്ങൾക്കുമേൽ സംരക്ഷണത്തിൻ്റെ നിരീക്ഷിക്കുന്ന നിരീക്ഷകരായ ആളുകളുണ്ട്, അഥവാ മലക്കുകളുണ്ട്. കിറാമൻ കാതിബീൻ, മാന്യന്മാരായ എഴുത്തുകാരാണവർ. യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നു. സഹോദരങ്ങളെ, ഈ ആയത്ത് നമ്മെ പേടിപ്പെടുത്തേണ്ട ആയത്താണ്. നോക്കൂ, വഇന്ന അലൈക്കും ലഹാഫിളീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരികയാണ്, നിങ്ങൾക്കുമേൽ നിരീക്ഷകരായ ആളുകളുണ്ട്, മലക്കുകളുണ്ട്. ഹഫളത്തിന്റെ മലക്കുകളുണ്ട്. നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്താൻ. അവരുടെ വിശേഷണം എന്താണ്? കിറാമൻ, അവർ മാന്യന്മാരാണ്, ആദരണീയരാണ്. അവരൊരിക്കലും അനീതി ചെയ്യുകയില്ല, അവരൊരിക്കലും ഒരാളോടും അന്യായം ചെയ്യുകയില്ല, അവരുടെ വക എന്തെങ്കിലും കൂട്ടി എഴുതുകയില്ല. മറിച്ച് യഅലമൂന മാ തഫഅലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അത് കൃത്യമായി അവർ അറിയുന്നു, അത് രേഖപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ഈ ആയത്തുകൾ സഹോദരങ്ങളെ, നമ്മുടെ വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുന്നു. നമ്മുടെ കർമ്മങ്ങളിൽപ്പെട്ടതാണ്, നമ്മുടെ അമലുകളിൽപ്പെട്ടതാണ് നമ്മുടെ വാക്കുകൾ എന്നറിയിക്കുന്നതാണ് ഈ ആയത്തുകൾ. അതുകൊണ്ട് തന്നെ ആ വാക്ക് നാം സൂക്ഷിച്ചില്ലെങ്കിൽ, നമ്മുടെ വാക്കുകൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ, നാളെ റബ്ബിൻ്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ, നമ്മെ ഓരോരുത്തരെയും വിചാരണ ചെയ്യുമ്പോൾ, ഈ പറഞ്ഞ നമ്മുടെ വാക്കുകൾ നമ്മുടെ ഏടുകളിൽ നാം കാണും. ഖൈറാണെങ്കിൽ നാം രക്ഷപ്പെട്ടു, ഷർറാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ കഹ്ഫിലൂടെ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. വവുദിഅൽ കിതാബ്, പരലോകത്ത് കിതാബ് സ്ഥാപിക്കപ്പെടും, അഥവാ എല്ലാവർക്കും കിതാബുകൾ നൽകപ്പെടും, തങ്ങളുടെ ഏടുകൾ നൽകപ്പെടും. ഫതറൽ മുജ്രിമീന മുശ്ഫിഖീന മിമ്മാ ഫീഹി, അന്ന് കുറ്റവാളികളായ ആളുകളെ പേടിച്ച് വിറച്ചവരായിക്കൊണ്ട് നിനക്ക് കാണാം. വയഖൂലൂൻ, അവർ ആ സന്ദർഭത്തിൽ പറയും, യാ വൈലതനാ മാ ലിഹാദൽ കിതാബ്, ഞങ്ങളുടെ നാശമേ, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹ, ചെറുതോ വലുതോ ആയ ഒന്നും ഇത് വിട്ടുപോയിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഓരോ വാക്കുകളും പ്രവൃത്തികളും അള്ളാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തും. കുറ്റവാളികൾ അന്ന് തങ്ങളുടെ നാശമേ എന്ന് പറഞ്ഞ് അട്ടഹസിക്കും. അള്ളാഹു അത് ഓർമ്മപ്പെടുത്തുന്നു. അന്ന് അവരെ പേടിച്ചു വിറച്ചവരായിക്കൊണ്ട് നിനക്ക് കാണാമെന്നാണ്. ആ വാക്കുകൾ, അവരുടെ വാക്കുകൾ നോക്കൂ നിങ്ങൾ. മാലിഹാദൽ കിതാബ്, ഇതെന്തൊരു കിതാബാണ്. ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ, ചെറുതോ വലുതോ ആയ ഒന്നും വിട്ടുപോയിട്ടില്ല. നമ്മൾ വിചാരിക്കും ചെറിയൊരു വാക്കല്ലേ, അതൊരു ചെറിയൊരു വർത്താനല്ലേ,
അതൊരു കളിയാക്കലല്ലേ? അതുകൊണ്ട് ഇപ്പം എന്ത് സംഭവിക്കാനാ? ആകാശം ഇടിഞ്ഞു വീഴുമോ എന്നൊക്കെ നമ്മൾ ചോദിച്ചേക്കാം. പക്ഷെ ആ ഒരു വാക്ക് മതി ഈ അട്ടഹാസത്തിലേക്ക് നമ്മെ എത്തിക്കാൻ. നസ്അലുല്ലാഹ അസ്സലാമത വൽ ആഫിയ. അല്ലാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ നമ്മുടെ നാവ് എന്നത് ഇരുതല മൂർച്ചയുള്ള ആയുധം പോലെയാണ്. അത് ഖൈറിന് ഉപയോഗിച്ചാൽ നാം രക്ഷപ്പെട്ടു, പരലോകത്ത് നാം രക്ഷപ്പെടും. അതല്ല, അത് ഷർറിനാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്ത ഈ ആയത്തുകൾ നമ്മെ പേടിപ്പെടുത്തേണ്ടതുണ്ട്. മുന്നേ പറഞ്ഞതുപോലെ നാവ് എന്നത് അല്ലാഹു റബ്ബുൽ ആലമീൻ വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതാ അലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ. അല്ലാഹു പറഞ്ഞില്ലേ, നാം മനുഷ്യന് 2 കണ്ണുകൾ നൽകിയില്ലേ, 2 കണ്ണുകൾ നാം നൽകിയില്ലേ, വലിസാനൻ വശഫതൈൻ, 2 ചുണ്ടുകളും അതിനിടയിൽ ഒരു നാവും നാം നൽകിയില്ലേ. അല്ലാഹുവിന്റെ അനുഗ്രഹമാണത്. അല്ലാഹു പറഞ്ഞു, അർ റഹ്മാൻ, പരമകാരുണികനായ റഹ്മാനായ റബ്ബ്, അല്ലമൽ ഖുർആൻ, അവൻ ഖുർആൻ പഠിപ്പിച്ചു, ഖലഖൽ ഇൻസാൻ, അവനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, അല്ലമഹുൽ ബയാൻ, എന്നിട്ട് അവന് സംസാരം പഠിപ്പിച്ചു കൊടുത്തു, ബയാൻ പഠിപ്പിച്ചു കൊടുത്തു. സംസാരം എന്നത് റബ്ബിന്റെ നിഅമത്താണ്. അത് മുന്നേ സൂചിപ്പിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ദർസുകളിൽ ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്ക് പറയാനുള്ള ഒരു കാര്യം സഹോദരങ്ങളെ, അത് പറഞ്ഞ് ഫലിപ്പിക്കുക എന്നത് വലിയ നിഅമത്താണത്. ഇത് പറയാൻ സാധിക്കാത്ത, സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളെ അവരിലേക്ക് നമ്മളൊന്ന് നോക്കൂ. സംസാരിക്കാൻ സാധിക്കാത്ത ആളുകളിലേക്കൊന്ന് നോക്കൂ. അവരത് പറഞ്ഞ് ഫലിപ്പിക്കാൻ പെടുന്ന പെടാപ്പാട് എത്രയാണ്. നമുക്ക് കാണുമ്പോൾ വളരെ എളുപ്പമായിരിക്കും, അവർക്ക് പ്രത്യേകം രീതിയുണ്ട് എന്നൊക്കെ നമ്മൾ പറയും എളുപ്പത്തിൽ. പക്ഷേ പ്രിയമുള്ളവരെ, അത് എത്ര പ്രയാസകരമാണ് എന്നത് നാം ചിന്തിക്കേണ്ടതാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല പല സ്ഥലങ്ങളിലും അവന്റെ അനുഗ്രഹമായി അല്ലാഹു നമുക്ക് നൽകിയ വലിയ ഔദാര്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് നമ്മുടെ നാവ് എന്നുള്ളത്. അതുകൊണ്ട് ആ നാവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്നതാണ്. മറ്റൊരായത്തിൽ അല്ലാഹു പറഞ്ഞു, അം യഹ്സബൂന അന്നാ ലാ നസ്മഉ സിർറഹും വനജ്വാഹും, അവർ വിചാരിക്കുന്നുവോ, അവർ കരുതുന്നുവോ, അവരുടെ രഹസ്യത്തിലുള്ള രഹസ്യ സംഭാഷണവും ഗൂഢാലോചനയും അതുപോലെയുള്ള രഹസ്യ മീറ്റിങ്ങുകളും നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ നാം കേൾക്കുന്നില്ല എന്ന്? ബല, അതെ, വറുസുലുന ലദൈഹിം യക്തുബൂൻ, അവരുടെ അടുക്കലുള്ള നമ്മുടെ ദൂതന്മാർ അഥവാ മലക്കുകൾ എഴുതി വെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ രഹസ്യമായി പറഞ്ഞാലും ഒറ്റക്ക് ആരോരും കാണാത്ത രൂപത്തിൽ, കേൾക്കാത്ത രൂപത്തിൽ സംസാരിച്ചാലും, എവിടെ നിന്നെങ്കിലും റെക്കോർഡ് ചെയ്ത് പുറത്തേക്ക് വിട്ടാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നു, ബല വറുസുലുന ലദൈഹിം യക്തുബൂൻ, നമ്മുടെ ദൂതന്മാർ അഥവാ നമ്മുടെ മലക്കുകൾ അവരുടെ അടുക്കൽ രേഖപ്പെടുത്താനുണ്ട്, എഴുതുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനേകം ഇതുപോലെയുള്ള താക്കീതുകൾ നമുക്ക് കാണാം. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അഥവാ തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകരായ 2 മലക്കുകൾ രേഖപ്പെടുത്തിയിട്ടല്ലാതെ അവർ ഒരു ലഫ്ള് പോലും, ഒരു വാക്ക് പോലും ഉച്ചരിക്കുന്നില്ല. നമ്മൾ ഓരോ വാക്കും അല്ലാഹുവിൻ്റെ മലക്കുകൾ രേഖപ്പെടുത്തുന്നു എന്നാണ് പ്രിയമുള്ളവരെ. നോക്കൂ, എത്ര ഗൗരവത്തിൽ നാം കാണേണ്ടതാണ് ഈ വിഷയം എന്നത് കൂടുതൽ കൂടുതൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ കിതാബിലുള്ള ആയത്തുകൾ നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തതായി ശൈഖ് റഹിമഹുല്ലാഹ് ഒരു ഹദീസ് ഉദ്ധരിച്ചു. അനിൽ മുഗീറത്ത് ബിൻ ശുഅബത റളിയല്ലാഹു അൻഹു മർഫൂഅൻ, ഇന്നല്ലാഹ ഹറമ അലൈക്കും ഉഖൂഖൽ ഉമ്മഹാതി വവഅദൽ ബനാതി വമനഅൻ വഹാതി വകരിഹ ലക്കും ഖീല വഖാല വകസ്റത സുആലി വഇളാഅത്തിൽ മാൽ അഖ്റജാഹു. ഇമാം അൽ ബുഖാരി റഹിമഹുല്ലയും ഇമാം മുസ്ലിം റഹിമഹുല്ലയും അവരുടെ സഹീഹുകളിൽ ഉദ്ധരിച്ച ഹദീസാണിത്. മഹാനായ സഹാബി അൽ മുഗീറ ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉദ്ധരിക്കുന്നു.
അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ഹറമ അലൈക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്കുമേൽ ഹറാമാക്കിയിരിക്കുന്നു ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരോടുള്ള ഉഖൂഖ്, ഉമ്മമാരെ ഉപദ്രവിക്കൽ അഥവാ മാതാപിതാക്കളെ ഉപദ്രവിക്കൽ, വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടൽ, വമനഅൻ വഹാത്ത്, അല്ലാഹു നിർബന്ധമാക്കിയതും അല്ലാത്തതും കൊടുക്കാതെ പിടിച്ചുവെക്കൽ, ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങിവെക്കൽ, വകരിഹ ലക്കും ഖീല വഖാല, അതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖീലയും ഖാലയും അഥവാ ഇങ്ങനെ പറയപ്പെട്ടു, അങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നത് നിങ്ങളോട് വെറുത്തിരിക്കുന്നു. വകസ്റത സുആൽ, ധാരാളമായി ചോദ്യം ചോദിക്കുക എന്നത് അല്ലാഹു വെറുത്തിരിക്കുന്നു. വഇളാഅത്തിൽ മാൽ, സമ്പത്ത് പാഴാക്കി കളയുക, ദുർവ്യയം അമിതവ്യയം ചെയ്യുക എന്നതും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ വെറുത്തിരിക്കുന്നു. സഹോദരങ്ങളെ, വളരെ മഹത്തായ ഒരു ഹദീസാണിത്. ഒരുപാട് വൻപാപങ്ങൾ എണ്ണിപ്പറയുന്ന ഹദീസാണിത്. ഇതിലുള്ള ഓരോ കാര്യവും ഗുരുതരമായ പാപങ്ങളാണ്, തെറ്റാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തുടങ്ങുന്നത് തന്നെ ഇന്നല്ലാഹ ഹറമ അലൈക്കും, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മേൽ ഹറാമാക്കിയിരിക്കുന്നു എന്നാണ്. അതിൽ ഒന്നാമതായി അവിടുന്ന് പറഞ്ഞു ഉഖൂഖൽ ഉമ്മഹാത്ത്, ഉമ്മമാരെ ഉപദ്രവിക്കൽ. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ ഹദീസിൽ ഉമ്മയും വാപ്പയും വരും, മാതാപിതാക്കൾ എന്ന് അർത്ഥം പറയാം. പക്ഷേ ഉമ്മഹാത്ത് എന്ന് പ്രത്യേകം പറയാനുള്ള കാരണം ഉമ്മമാരോടുള്ള ബാധ്യത അതിനുമാത്രം വലുതാണ്. ഉഖൂഖ് എന്ന് പറഞ്ഞാൽ അവരോട് കാണിക്കേണ്ട ബാധ്യത നിറവേറ്റാതിരിക്കുക, അവരെ ഉപദ്രവിക്കുക, അവർക്ക് നന്മ ചെയ്യാതിരിക്കുക, അവരോട് മോശമായി പെരുമാറുക തുടങ്ങിയതൊക്കെ ഉഖൂഖിൽപ്പെട്ടതാണ്. നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മയുടെ സ്ഥാനം, ഉമ്മയുടെ ശ്രേഷ്ഠത പരിശുദ്ധ ഖുർആനിൽ പല സ്ഥലങ്ങളിലും ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഹമലത്ഹു ഉമ്മുഹു കുർഹൻ വവളഅത്ഹു കുർഹൻ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാവ്, അവന്റെ ഉമ്മ അവനെ പ്രയാസം സഹിച്ചുകൊണ്ടാണ് ഗർഭം ചുമന്നത്. ഗർഭിണിയാവുക എന്നത്, ആ ഗർഭം ചുമന്ന് ജീവിക്കുക എന്നത് പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസമാണ്. ഒരാൾക്ക് ഒറ്റക്ക് നടക്കാൻ തന്നെ പ്രയാസമാണ്. അതിൻ്റെ കൂടെ വയറ്റിലൊരു കുഞ്ഞും, ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് 9 മാസക്കാലം ജീവിക്കുക എന്നത് പ്രയാസമാണ്. വവളഅത്ഹു കുർഹൻ, എന്നിട്ട് പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രൂപത്തിലുള്ള വേദന സഹിച്ചുകൊണ്ടാണ് പ്രസവിക്കുന്നത്. വഹംലുഹു വഫിസാലുഹു 30 ശഹ്റൻ, അവിടെ അവസാനിക്കുന്നില്ല. പ്രസവിച്ചിട്ട് ഇട്ടിട്ട് പോവലല്ല, പിന്നെയോ അതിനുശേഷം മുലയൂട്ടുന്നു, ആ കുഞ്ഞിനെ പരിപാലിക്കുന്നു. അങ്ങനെ 30 മാസങ്ങളോളം ഒരു മാതാവ് ആ കുഞ്ഞുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഉമ്മയുടെ സ്ഥാനം അറിയിക്കുന്ന ആയത്തുകൾ ധാരാളമാണ്. സൂറത്തുൽ അഹ്ഖാഫിലെ 15-ാമത്തെ ആയത്താണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ ചോദിച്ചു, മൻ അബർ, അല്ലാഹുവിൻ്റെ റസൂലേ, ഞാൻ ആരോടാണ് ഏറ്റവും ഗുണം ചെയ്യേണ്ടത്? അവിടുന്ന് പറഞ്ഞു, ഉമ്മക്ക്, നിന്റെ ഉമ്മയോട്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു സുമ്മ ഉമ്മക്ക്. വീണ്ടും ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു സുമ്മ ഉമ്മക്ക്, പിന്നെയും നിന്റെ ഉമ്മയോട്, പിന്നെയും നിന്റെ ഉമ്മയോട്. വീണ്ടും ചോദിച്ചു, സുമ്മ അബാക്ക്, 4-മതായി പറഞ്ഞു നിന്റെ ഉപ്പയോട്. സുമ്മൽ അഖ്റബ ഫൽ അഖ്റബ്, പിന്നെ നിന്റെ അടുത്ത ആളുകളോട്, അടുത്ത ആളുകളോട്. നോക്കൂ, 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ എടുത്തു പറഞ്ഞു. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി വന്ന് ചോദിച്ചു, മൻ അഹഖു ബിഹുസ്നി സഹാബതി, അല്ലാഹുവിൻ്റെ റസൂലേ, ആരോടാണ് ഞാൻ
ഏറ്റവും നന്നായി വർത്തിക്കേണ്ടത്, ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറേണ്ടത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഉമ്മുക്ക്, നിന്റെ ഉമ്മയോട്. നിന്റെ ഉമ്മയോടാണ് നീ ഏറ്റവും നന്നായി പെരുമാറാൻ അർഹതപ്പെട്ടിട്ടുള്ളത്. സുമ്മമൻ, വന്ന വ്യക്തി ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരോടാണ്? ഖാല ഉമ്മുക്ക്, അവിടുന്ന് പറഞ്ഞു, നിന്റെ ഉമ്മയോട്. സുമ്മമൻ, വീണ്ടും അദ്ദേഹം ചോദിച്ചു, അവിടുന്ന് പറഞ്ഞു, ഉമ്മുക്ക്. വീണ്ടും അദ്ദേഹം ചോദിച്ചു, സുമ്മമൻ, പിന്നെ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുമ്മ അബൂക, പിന്നെ നിന്റെ ഉപ്പയോട്, വാപ്പയോട്. നോക്കൂ സഹോദരങ്ങളെ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ച് പറഞ്ഞത് ഉമ്മയുടെ സ്ഥാനം അറിയിക്കുന്നു. കാരണം ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം നേരത്തെ നമ്മൾ കേട്ടു ആയത്ത്, ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവരാണ് നമ്മുടെ ഉമ്മമാർ. അവരുടെ പ്രയാസങ്ങൾ എന്നത് പൊതുവെ നമ്മോട് പറയുകയില്ല, വേണ്ട നമ്മുടെ വാപ്പയോട് പോലും ശരിക്കും പറയുകയില്ല. ഉമ്മമാർ പൊതുവെ അങ്ങനെയാണ്. അതുകൊണ്ട് ഈ കാര്യം ഗൗരവത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ഖിയാമത്ത് നാളിൻ്റെ അടയാളത്തിൽപ്പെട്ടതാണ് അടിമ സ്ത്രീ അതിൻ്റെ യജമാനത്തെ പ്രസവിക്കുക എന്നുള്ളത്. ഇന്ന് അതുപോലെയാണ്. അതിൻ്റെ വ്യാഖ്യാനത്തിൽ മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു, മാതാപിതാക്കളെ മക്കൾ അടിമകളെപ്പോലെ നിർത്തലാണ്. അവരെ ഉപദ്രവിച്ചും അവരെ ഒന്നിനും കൊള്ളാത്തവരായി അങ്ങനെ കണ്ടാൽ തോന്നും മക്കളാണ് ഉടമസ്ഥർ, യജമാനന്മാർ. മാതാപിതാക്കൾ എന്നത് കേവലം അടിമകളാണ് എന്ന് തോന്നിപ്പോകുന്ന രൂപത്തിലുള്ള മക്കളുണ്ടാകും. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ്. ഇന്ന് ധാരാളമായി നമുക്കത് കാണാം. എത്രത്തോളം നൊന്തുപറ്റ മാതാവിനെ, ഉമ്മയെ കഴുത്തറുത്ത് കൊല്ലാൻ പോലും മടിക്കാത്ത യുവ തലമുറയാണ് ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത്തരം ഹദീസുകൾ വളരെ ഗൗരവത്തിൽ നമ്മൾ എടുക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യവുമാണ് ഈ പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ എങ്ങനെയാണ് ഒരുമ്മയോട് അവരുടെ മകൾക്ക് മോശമായി പെരുമാറാൻ സാധിക്കുക? എത്ര നല്ല രൂപത്തിലാണ് ഒരു മകനെ, ഒരു മകളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത്. ഉമ്മ ഒരു ഭാഗത്ത് നിന്ന് വലിയ പ്രയാസങ്ങൾ സഹിക്കുന്നു, അതുപോലെ തന്നെ വാപ്പയും. എന്നിട്ട് അവരോട് തിരിച്ചു മോശമായി പെരുമാറുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. എത്രത്തോളം നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞതിന് ശേഷം തൊട്ടുടനെ ഒരുപാട് ആയത്തുകളിൽ, ഒരൊറ്റ ആയത്തല്ല ഒരുപാട് ആയത്തുകളിൽ എടുത്തു പറഞ്ഞു മാതാപിതാക്കളോടുള്ള ബാധ്യത. നിങ്ങൾ നോക്കൂ, സൂറത്തുൽ ഇസ്രായിലെ 23-ാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞു, വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു. അള്ളാഹുവിനോടുള്ള ബാധ്യതയാണിത്. ഒരു സൃഷ്ടിക്ക്, ഒരു മനുഷ്യന്, ഒരടിമക്ക് തൻ്റെ റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണിത്. അള്ളാഹു പറഞ്ഞു, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. റബ്ബിനോട് മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ ആവലാദികൾ ബോധിപ്പിക്കാൻ പാടുള്ളൂ, അവന് മാത്രമേ ഇബാദത്തുകൾ സമർപ്പിക്കാൻ പാടുള്ളൂ, അവന് വേണ്ടി മാത്രമേ നേർച്ച വഴിപാടുകൾ നേരാൻ പാടുള്ളൂ, അവൻ്റെ പേരിൽ മാത്രമേ അറവ് നടത്താൻ പാടുള്ളൂ, അവനിൽ മാത്രമേ ഭരമേൽപ്പിക്കാൻ പാടുള്ളൂ. ഇബാദത്തായി പഠിപ്പിക്കപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ എന്നത് അള്ളാഹു വിധിച്ചിരിക്കുന്നു, അള്ളാഹു ഖളാ ചെയ്തിരിക്കുന്നു. തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും അള്ളാഹു വിധിച്ചിരിക്കുന്നു. മറ്റൊരായത്തിൽ സൂറത്തുൻ നിസായിൽ അള്ളാഹു പറഞ്ഞു, വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക. വലാ തുശ്രികൂ ബിഹി ഷൈഅൻ, അള്ളാഹുവിൻ്റെ കൂടെ, അള്ളാഹുവിന് പുറമെ മറ്റൊരാളെയും മറ്റൊന്നിനെയും നിങ്ങൾ ആരാധിക്കരുത്, അള്ളാഹുവിൽ ശിർക്ക് വെക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, തൊട്ടുടനെ അള്ളാഹു പറഞ്ഞു, വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യുക, ഗുണം ചെയ്യുക. മറ്റൊരായത്തിൽ സൂറത്തുൽ അൻആമിൽ അള്ളാഹു പറഞ്ഞു,
ഖുൽ നബിയെ പറയുക, തആലൗ വരൂ, അത്ലു മാ ഹറമ അലൈക്കും റബ്ബുക്കും, നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്ക് ഹറാമാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. അല്ലാ തുശ്രികൂ ബിഹി ഷൈഅൻ, നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യുക. വീണ്ടും അല്ലാഹു പറഞ്ഞു, സൂറത്തു ലുഖ്മാനിൽ കാണാം, അനിഷ്കുർലി വലിവാലിദൈക, എനിക്ക് നിങ്ങൾ നന്ദി കാണിക്കുക, അതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾക്കും. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ബാധ്യത അതേറ്റവും വലുതാണ്. അതിൻ്റെ കൂടെ റബ്ബ് മാതാപിതാക്കളോടുള്ള ബാധ്യത എടുത്തു പറഞ്ഞു എന്നത് വലിയ കാര്യമാണ്, വലിയ കാര്യമാണത്. ഇതുപോലെ നിങ്ങൾ നോക്കൂ, അള്ളാഹുവിനോടുള്ള ഏറ്റവും വലിയ ബാധ്യത റബ്ബിനെ മാത്രം ആരാധിക്കുക എന്നതാണ്. അതിൻ്റെ കൂടെ മാതാപിതാക്കളോടുള്ള നന്മ ചെയ്യൽ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യൽ അള്ളാഹു പറഞ്ഞു. നേരെ തിരിച്ച് കബായിറുകൾ, വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പഠിച്ച അധ്യായത്തിൽ വന്ന ഹദീസാണിത്. അലാ ഉനബ്ബിഉകും ബി അക്ബരിൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട ചില പാപങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ചോദിക്കുകയും എന്നിട്ട് അവർക്ക് ചില വൻപാപങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. ഏറ്റവും വലിയ വൻപാപം, ഏറ്റവും വലിയ പാപം അൽ ഇഷ്റാഖു ബില്ലാഹ്, അള്ളാഹുവിൽ പങ്കുചേർക്കലാണ്, അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കലാണ്. റബ്ബിന് മാത്രം അവകാശപ്പെട്ടത് അള്ളാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് ഏറ്റവും വലിയ പാപം. വഉഖൂഖുൽ വാലിദൈൻ, രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ ഉപദ്രവിക്കലാണ്. നിങ്ങൾ നോക്കൂ, ബാധ്യതകൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിനോടുള്ള ബാധ്യത പറഞ്ഞു, തൊട്ടുടനെ മാതാപിതാക്കളോടുള്ള ബാധ്യത പറഞ്ഞു. വൻപാപങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഏറ്റവും വലിയ വൻപാപം പറഞ്ഞു, തൊട്ടുടനെ മാതാപിതാക്കളെ ഉപദ്രവിക്കുക എന്ന കാര്യവും വൻപാപമായി എണ്ണിപ്പറഞ്ഞു. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വവഅദൽ ബനാത്ത്, രണ്ടാമത്തെ കാര്യം അള്ളാഹു ഹറാമാക്കിയ കാര്യമായി ആ ഹദീസിൽ എണ്ണിപ്പറഞ്ഞത് വവഅദൽ ബനാത്ത്, പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടൽ. ജാഹിലിയ കാലഘട്ടത്തിൽ ചെയ്തിരുന്ന, നടന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. പെൺകുട്ടികൾ ജനിക്കുക എന്നത് അവർക്ക് വളരെ അപമാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ആ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചുമൂടും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ ളല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി അയുംസികുഹു അലാ ഹൂനിൻ അം യദുസ്സുഹു ഫിത്തുറാബ്. അവരിൽ ഒരാൾക്ക് പെൺകുഞ്ഞിനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, നമുക്ക് അള്ളാഹുവിൻ്റെ പ്രയോഗം നോക്കൂ നിങ്ങൾ, പെൺകുട്ടിയെ കൊണ്ട് അവരിൽ ഒരാൾക്ക് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടാൽ, പെൺകുഞ്ഞ് എന്നത് അള്ളാഹുവിൽ നിന്നുള്ള സന്തോഷവാർത്തയാണ്. അങ്ങനെ അറിയിക്കപ്പെട്ടാൽ വല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ കദീം, രോഷം കൊണ്ട് അവരുടെ മുഖം കറുത്തിരുണ്ടുപോകും. ഈ സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട കുഞ്ഞിനെ തങ്ങളുടെ സമുദായത്തിൽ ഈ ആളുകൾക്ക് നടുവിൽ അങ്ങനെ വളർത്തണോ, അതല്ല മണ്ണിൽ കുഴിയെടുത്ത് കുഴിച്ചുമൂടണോ എന്നായിരിക്കും പിന്നെ അവരുടെ ചിന്ത. ഒന്നല്ലെങ്കിൽ അപമാനം സഹിച്ചുകൊണ്ട് വളർത്തിയേക്കാം എന്ന് വിചാരിക്കും. അതല്ലെങ്കിൽ അവർ വിചാരിക്കുക, കുഴി കുത്തി ജീവനോടെ കുഴിച്ചുമൂടിയാലോ. ഇതാണ് ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായി റസൂലായി നിയോഗിച്ചു. ഈ പറഞ്ഞ നീചവൃത്തി അവരിൽ നിന്നും എടുത്തു കളഞ്ഞു. പെൺമക്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹമാണ് എന്നവരെ പഠിപ്പിച്ചു. സ്ത്രീക്ക് ജീവിക്കാനുള്ള അവസരം നൽകി പരിശുദ്ധ ഇസ്ലാം. സ്ത്രീയെ ആദരിച്ചു. പെൺമക്കൾ, രണ്ട് പെൺമക്കളെ ഒരാൾ നന്നായി പോറ്റി വളർത്തി വലുതാക്കി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്താൽ ആ മക്കൾ നരകത്തിൽ നിന്നും ഒരു മറയായിത്തീരും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്ത്രീക്ക് എല്ലാ ആദരവും
റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നൽകുകയുണ്ടായി. ഇന്ന് ചില വിവരമില്ലാത്ത ആളുകൾ, മതനിഷേധികൾ, അതുപോലെയുള്ള വിവരമില്ലാത്ത ആളുകൾ, യുക്തിയില്ലാത്ത യുക്തിവാദികൾ പറയുന്നത് പോലെയല്ല കാര്യം. സ്ത്രീക്ക് ജീവിക്കാൻ അവസരമുണ്ടായിരുന്നില്ല. ഇവർ പറയുന്ന യുക്തിയില്ലാത്ത, മതമില്ലാത്ത, ദീൻ എന്താണെന്നറിയാത്ത ഒരു കാലഘട്ടത്തിൽ ദീൻ വന്നപ്പോഴാണ് സ്ത്രീ അള്ളാഹുവിൻ്റെ ഔദാര്യമാണ്, പെൺകുഞ്ഞ് റബ്ബിൻ്റെ സമ്മാനമാണ്, അള്ളാഹു നൽകുന്ന അനുഗ്രഹമാണ്, ആ സ്ത്രീയെ എങ്ങനെ വളർത്തണം, ആ പെണ്ണിനെ എങ്ങനെ പരിപാലിക്കണം, അവൾക്ക് എന്തൊക്കെ നൽകണം, അവളോടുള്ള ബാധ്യത എന്തൊക്കെയാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം, അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുകയുണ്ടായി. തൊട്ടു മുന്നേ നമ്മൾ ഉമ്മഹാത്ത് എന്ന് പറഞ്ഞു. ഉമ്മ എന്നത് സ്ത്രീയാണ്, പെണ്ണാണ്. ആ ഉമ്മയോടുള്ള ബാധ്യത പറഞ്ഞാൽ തീരുകയില്ല. പരിശുദ്ധ ഇസ്ലാമിൽ ഒരു മുസ്ലിം, ഒരു മുഅ്മിൻ അവന്റെ മാതാവിനെ ഏറ്റവും നല്ല രൂപത്തിൽ പരിപാലിക്കണം എന്നാണ് പഠിപ്പിച്ചത്. നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പെൺകുഞ്ഞിന് ജീവിക്കാനും ആ പെൺകുഞ്ഞ് ഏറ്റവും നല്ല രൂപത്തിൽ വളർത്തപ്പെടണം എന്നും പഠിപ്പിക്കുകയുണ്ടായി. ജാഹിലിയത്തിന്റെ സമ്പ്രദായം മാറ്റിയെടുക്കുകയുണ്ടായി. അങ്ങനെ ചെയ്യുക അഥവാ പെൺകുഞ്ഞിനെ കുഴിച്ചുമൂടുക എന്നത് അള്ളാഹു ഹറാമാക്കിയ വലിയ പാതകമാണ് എന്ന് പഠിപ്പിക്കുകയുണ്ടായി. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിൽ കാണാം, ഒരാൾ അയാളുടെ ഭാര്യ പ്രസവിക്കുന്നതിൻ്റെ തൊട്ടടുത്ത നിമിഷം ഒരു കുഴി കുഴിച്ച് കാത്തിരിക്കുമെന്നാണ്. ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ശരി, കുഴപ്പമില്ല. പെൺകുട്ടിയാണ് എന്ന് പറയുന്നതോടുകൂടി പ്രസവിച്ച ഉടനെ ഒരു മിനിറ്റ് പോലും ഭൂമിയിൽ ജീവിക്കാൻ അവസരം കൊടുക്കാതെ ആ കുഴിയിൽ കുഴിച്ചു മൂടുമെന്നാണ്. ചില ആളുകൾ 1-2 വർഷം അപമാനം സഹിച്ച് വളർത്തി നോക്കും. എന്നിട്ടതിന് സാധിക്കാതെ വരുമ്പോൾ, അപമാനം താങ്ങാൻ സാധിക്കുകയില്ല എന്ന് വരുമ്പോൾ, കുഞ്ഞിൻ്റെ ഉമ്മയോട് അതിനെ നന്നായി വസ്ത്രമണിയിക്കാനും നല്ല രൂപത്തിൽ ഭംഗിയാക്കാനും പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകും. എന്നിട്ട് കുഴിച്ചു മൂടുമെന്നാണ് ജാഹിലിയത്തിന്റെ ചരിത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വഇദൽ മൗഊദതു സുഇലത്, നാളെ പരലോകത്ത് ഇതുപോലെ കുഴിച്ചു മൂടപ്പെട്ട പെൺകുഞ്ഞ് ചോദ്യം ചെയ്യപ്പെടും. ആ പെൺകുഞ്ഞിനോട് ചോദിക്കും, ബിഅയ്യി ദംബിൻ ഖുതിലത്, എന്ത് പാപം, എന്ത് പാതകം ചെയ്തിട്ടാണ് നീ കൊല്ലപ്പെട്ടത്, എന്ത് പാപം ചെയ്തിട്ടാണ് ഈ പെൺകുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്ന് അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുമെന്നാണ്. നോക്കൂ, അല്ലാഹു അവന്റെ കിതാബിൽ പറഞ്ഞു, ലില്ലാഹി മുൽക്കു സമാവാതി വൽ അർദ്, അല്ലാഹുവിനാണ് ആകാശഭൂമികളുടെ സർവ്വതിൻ്റെയും അധികാരം. യഖ്ലുഖു മാ യശാ, അവൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ അവൻ സൃഷ്ടിക്കും. യഹബു ലിമൻ യശാഉ ഇനാഥൻ വയഹബു ലിമൻ യശാഉ ദുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാഥ വയജ്അലു മൻ യശാഉ അഖീമ. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്നവർക്ക് പെൺകുഞ്ഞുങ്ങളെ ഔദാര്യമായി നൽകും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആൺകുഞ്ഞുങ്ങളെ നൽകും, ആൺകുട്ടികളെ നൽകും. അതല്ലെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ആൺകുഞ്ഞും പെൺകുഞ്ഞുമായി അങ്ങനെ നൽകും. അള്ളാഹു ഉദ്ദേശിക്കുന്ന ചില ആളുകളെ പ്രസവിക്കാത്ത രൂപത്തിലും അള്ളാഹു നിശ്ചയിക്കും. 4 രൂപം, 4 വിഭാഗം അള്ളാഹു പറഞ്ഞു. പെൺകുഞ്ഞുങ്ങളെ മാത്രം നൽകും, പ്രസവിക്കുന്ന ഒക്കെ പെണ്ണായിരിക്കും. അങ്ങനെ ചില സ്ത്രീകൾ ഉണ്ടാകും. ഒരാൾക്ക് എല്ലാം പെൺമക്കളായിരിക്കും. 2ാമത്തെ വിഭാഗം എല്ലാം ആൺകുഞ്ഞുങ്ങളായിരിക്കും. ഒരു പെണ്ണ് ഉണ്ടാവുകയില്ല, ഒരു പെൺകുഞ്ഞുണ്ടാവുകയില്ല. വേറെ ചില ആളുകൾക്ക് അള്ളാഹു ആണിനെയും പെണ്ണിനെയും നൽകും. 4ാമത്തെ വിഭാഗത്തിന് അഥവാ അള്ളാഹു പറഞ്ഞു, വേറെ ചില ആളുകളെ പ്രസവിക്കാത്ത, സാധാരണ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മച്ചിയായും പടക്കും. 4 രൂപങ്ങൾ കാണാം. ഇത് പൊതുവെ ആളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. എത്രത്തോളം അമ്പിയാക്കളിൽ നമുക്കിത് കാണാം. മഹാനായ ലൂത്ത് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് പെൺമക്കൾ മാത്രമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ആ വൃത്തികെട്ട ആളുകളോട് പറഞ്ഞത്, ഇതാ നല്ല പെൺകുട്ടികളുണ്ട് എനിക്ക്, നിങ്ങൾക്ക് ഞാൻ വിവാഹം ചെയ്തു തരാം. സ്വവർഗരതിയിൽ ഏർപ്പെട്ട, ഏറ്റവും നീചവൃത്തിയായ സ്വവർഗരതിയിൽ ഏർപ്പെട്ട ആ ഖൗമിനോട് ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇതാ എൻ്റെ പെൺമക്കൾ, അവരെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാം, നിങ്ങൾ ഈ വൃത്തികളിൽ ഏർപ്പെടല്ലേ. ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് പെൺമക്കൾ മാത്രമായിരുന്നു.
മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ആൺകുട്ടികൾ മാത്രമായിരുന്നു, പെൺകുഞ്ഞ് ഇല്ല. നമ്മുടെ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് അള്ളാഹു ആൺകുട്ടികളെയും പെൺകുട്ടികളെയും നൽകുകയുണ്ടായി. മഹാനായ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് കുട്ടികളേയില്ല. നോക്കൂ നിങ്ങൾ, അമ്പിയാക്കൾക്ക് വരെ അള്ളാഹു ഈ രൂപത്തിൽ നൽകിയിട്ടുണ്ട്. പറഞ്ഞു വന്നത് സഹോദരങ്ങളെ, പെൺകുട്ടികൾ എന്നുള്ളത് അള്ളാഹുവിൽ നിന്ന് ലഭിക്കുന്ന ഔദാര്യമാണ്. നിങ്ങൾ നോക്കൂ, എത്രയെത്ര പെൺമക്കൾ അവരെ നല്ല രൂപത്തിൽ തർബിയത്ത് ചെയ്ത് നല്ല രൂപത്തിൽ വളർത്തി വലുതാക്കി ഒരു കുടുംബത്തിന്, മാതാപിതാക്കൾക്ക് അഭിമാനമായി, അങ്ങനെ നാളെ പരലോകത്ത് വലിയ സ്ഥാനം ലഭിക്കാൻ കാരണമാകുന്ന രൂപത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, ജാഹിലിയത്തിന്റെ ഈ പറഞ്ഞ രൂപം അള്ളാഹു സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. ജാഹിലിയ കാലഘട്ടത്തിലെ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടുക എന്ന നീചവൃത്തിയെ റബ്ബ് സുബ്ഹാനഹു വ തആല ഹറാമാക്കിയിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞു വമനഅൻ വഹാത്ത്. അള്ളാഹു ഹറാമാക്കിയ മറ്റൊരു കാര്യം വമനഅൻ വഹാതി. മനഅൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിർബന്ധമാക്കിയ, അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച ഒന്നും ചിലവഴിക്കാതെ പിടിച്ചു വെക്കും. ഒരു നിലക്കും ചിലവഴിക്കാതെ തൻ്റെ കയ്യിൽ നിന്ന് പോവാതിരിക്കാൻ പരമാവധി പരിശ്രമിക്കും. എന്നാൽ തനിക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങി വെക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള രീതി ഹറാമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല വിലക്കിയിരിക്കുന്നു. അള്ളാഹു റബ്ബുൽ ആലമീൻ നിർബന്ധമാക്കിയ സകാത്ത് വരെ കൊടുക്കാതെ കുന്നുകൂട്ടി വെക്കും. ഫർളായതോ സുന്നത്തായതോ ഒന്നും കൊടുക്കുകയില്ല. എന്നാൽ തനിക്ക് കിട്ടാനുള്ള ഒരു പൈസയാണെങ്കിലും വെറുതെ വിടുകയില്ല. ആ രൂപത്തിലുള്ള ആളുകൾ അവരെക്കുറിച്ചാണ് വമനഅൻ വഹാതി എന്ന് പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഈ പറഞ്ഞ ആളുകൾ തന്നിലേക്ക് ആളുകൾ നല്ല രൂപത്തിൽ വരണം, തങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടണം എന്ന് വിചാരിക്കും. പക്ഷേ ജനങ്ങളോട് അങ്ങോട്ട് അതുപോലെ പെരുമാറുകയില്ല. ഈ പറഞ്ഞ അർത്ഥം ഉൾക്കൊള്ളുന്ന വാക്കാണ് വമനഅൻ വഹാത്. ഏതുപോലെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വൈലുൻ ലിൽ മുതഫിഫീൻ, കച്ചവടക്കാരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു. ഈ പറഞ്ഞ വിഭാഗം വമനഅൻ വഹാത് എന്നതിൽ കച്ചവടത്തിന്റെ കാര്യത്തിൽ ചെയ്യുന്നതും ഉൾപ്പെടും. ഇതൊക്കെ അതിൽപ്പെടും. അങ്ങോട്ട് കൊടുക്കാനുള്ളതിൽ പിശുക്ക് കാണിക്കുകയും കൊടുക്കാതിരിക്കുകയും പിടിച്ചു വെക്കുകയും ഒക്കെ ചെയ്യും. പക്ഷെ ഇങ്ങോട്ട് കിട്ടാനുള്ളത് കൃത്യമായി വാങ്ങിക്കൂട്ടുകയും ചെയ്യും. അതാണ് അള്ളാഹു പറഞ്ഞത്, വൈലുൻ ലിൽ മുതഫിഫീൻ അല്ലദീന ഇദാ ക്താലൂ അലൻ നാസി യസ്തൗഫൂൻ വഇദാ കാലൂഹും ഔ വസനൂഹും യുഖ്സിറൂൻ. അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകൾക്ക് നാശം, നരകം. അല്ലദീന ഇദാ ക്താലൂ അലൻ നാസി യസ്തൗഫൂൻ, അവർ ജനങ്ങളിൽ നിന്ന് വാങ്ങുമ്പോൾ കൃത്യമായി അളവും തൂക്കവും ഒക്കെ കണക്കാക്കിയിട്ട് വാങ്ങും. എന്നാൽ തിരിച്ച് ജനങ്ങൾക്ക് തൂക്കിക്കൊടുക്കുമ്പോൾ, അളന്നു കൊടുക്കുമ്പോൾ അതിൽ കൃത്രിമം കാണിക്കും. ഈ പറഞ്ഞ പരിധിയിൽ വരും. അള്ളാഹു ഹറാമാക്കിയ, വിലക്കിയ വലിയ തെറ്റാണത്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് നിർബന്ധമാക്കിയതും അല്ലാത്തതുമായ മേഖലകളിൽ നാം ചിലവഴിക്കണം. കുന്നുകൂട്ടുക മാത്രമല്ല, മറിച്ച് നാം ചിലവഴിക്കണം. അള്ളാഹു നിർബന്ധമാക്കിയ മാർഗത്തിൽ, അള്ളാഹു സുന്നത്തായി പഠിപ്പിച്ച മാർഗത്തിൽ. നമുക്ക് ഇങ്ങോട്ട് കിട്ടാനുള്ളത് നമുക്ക് സ്വരുക്കൂട്ടാം, തെറ്റില്ല. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് ഇങ്ങോട്ട് കിട്ടുന്നത് ഒരു ഇഞ്ച് പോലും വിട്ടുകൊടുക്കുകയില്ല, എന്നാൽ അങ്ങോട്ടോട്ട് കൊടുക്കുകയും ചെയ്യുകയില്ല എന്നുള്ളത് ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും ഇത് ഉൾപ്പെടും. വിക്കലും വാങ്ങലും കച്ചവടവും ഒക്കെ കച്ചവടക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത്. പ്രത്യേകിച്ച് ഇന്ന് ധാരാളം പറ്റിക്കൽ നടക്കുന്ന കാലഘട്ടമാണ്. നല്ല പ്രൊഡക്റ്റാണ് എന്ന് തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും. വാങ്ങുന്ന ആൾ വാങ്ങി ഉപയോഗിച്ച് കുറച്ച് കഴിഞ്ഞാലാണ് മനസ്സിലാവുക ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, അതല്ലെങ്കിൽ അത് ഒറിജിനൽ അല്ല. അപ്പം അത് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ നമ്മൾ പറയണം, അതിനനുസരിച്ച് വിൽക്കണം. അതുപോലെ തന്നെ തൂക്കത്തിലും അളവിലും ഒക്കെ നമ്മൾ ആ രൂപത്തിൽ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അള്ളാഹു ഹറാമാക്കിയ ഈ പരിധിയിൽ പെട്ടുപോകും എന്നത് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകരിഹ ലക്കും ഖീല വഖാല. ഇതാണ് നമ്മുടെ
വിഷയവുമായി ബന്ധപ്പെട്ട ഭാഗം. ഈ ഹദീസിൽ നമ്മുടെ ഈ അധ്യായവുമായി ബന്ധപ്പെട്ട ഭാഗം ഇതാണ്. വകരിഹ ലക്കും, അല്ലാഹു തആല നിങ്ങളുടെ കാര്യത്തിൽ വെറുത്തിരിക്കുന്നു. ഖീല വഖാല, അഥവാ പറയപ്പെട്ടിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. നമ്മൾ കേട്ടില്ലേ ഖാല ഖീലകൾ? ഇന്നയാൾ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ ആൾ അങ്ങനെ പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയപ്പെട്ടിട്ടുണ്ട് അത്രേ, അയാൾ അങ്ങനെ പറഞ്ഞു പോലും. ഇങ്ങനെയുള്ള ഖീല ഖാലകളായി നടക്കുക എന്നത് അള്ളാഹു വെറുത്തിരിക്കുന്നു. അള്ളാഹു വെറുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഗുരുതരമായ തെറ്റാണ്, വൻപാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നിങ്ങൾ നോക്കൂ, ഈ പറഞ്ഞ ഖീലയും ഖാലയുമായി നടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതാരും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂണ്ടേണ്ടതില്ല. നമ്മുടെ ഓരോരുത്തരുടെയും സ്വന്തം കാര്യം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ മതി. സംസാരം അധികരിപ്പിക്കുന്നതാണ്, അതുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ അധ്യായം. ഖാല ഖീലകളുമായി നടക്കുക എന്നത് സംസാരം നമ്മൾ അറിയാതെ വർദ്ധിക്കും. കാരണം എന്താ? കേട്ടാൽ നമ്മുടെ മനസ്സിൽ നിൽക്കുകയില്ല. ഇന്നയാൾ അങ്ങനെ പറഞ്ഞു, അയാൾ ഇങ്ങനെ പറഞ്ഞു. ഇപ്പോൾ ഒരാൾ വരും, അപ്പം ഇങ്ങനെ പറഞ്ഞു, അതിങ്ങനെ ഇങ്ങനെ ഉണ്ട്, അറിഞ്ഞിട്ടില്ലേ, അങ്ങനെ ഉണ്ട്, ഇങ്ങനെ ഉണ്ട്. ഇതാണ് ഖീലയും ഖാലയും. ഇത് സഹോദരങ്ങളെ വളരെ ഗൗരവമാണ്. എത്രത്തോളം മഹാനായ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഫിത്നയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ, ഫിത്നയുടെ കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കാൻ മഹത്തായ ഉപദേശം നൽകുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇന്ന മിൻ വറായിക്കും ഫിതനൻ മുതതാവിലതൻ റുദുഹൻ, നിങ്ങൾക്ക് കടുത്ത ശക്തമായ ഫിത്നകൾ വരാനിരിക്കുന്നു. ഫലാ തകൂനു മദായിഅ ബുദ്റാ, ആ അവസരത്തിൽ നിങ്ങൾ എന്താവരുത്? മദായിഅകളാവരുത്. അഥവാ ഒരു ഫിത്ന, ഒരു വർത്തമാനം കിട്ടിയാൽ അതിൻ്റെ പ്രചാരകരാവരുത്. മദായി എന്ന് പറഞ്ഞാൽ പ്രചാരകർ എന്ന് നമുക്ക് ഒറ്റവാക്കിൽ അർത്ഥം പറയാം. ഫിത്ന ഉത്ഭവിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉടലെടുത്തു കഴിഞ്ഞാൽ പല രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മൾ കേൾക്കും. ആ സമയത്ത് അതുമായി നിങ്ങൾ നടക്കരുത്, അതുമായി പുറത്തേക്ക് ഇറങ്ങരുത്. കാരണം അതിൻ്റെ പ്രചാരകരായി മാറിയാൽ പിന്നെ ഈ ഫിത്ന ഖിയാമത്ത് നാളെ വരെ അവസാനിക്കൂല. എല്ലാവരും ഇതുമായിട്ട് ഇറങ്ങിയാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ അയാളെ കാണുമ്പോൾ ഇങ്ങനെയുണ്ട്, സംഭവിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അയാളെ പറ്റിയിട്ടായിരിക്കും, നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അയാൾക്ക് ചൂടാവും. അപ്പോൾ അയാൾ അതിൻ്റെ പ്രതിവിധി എടുക്കും. ആ മറ്റേ ആളോട് നിങ്ങളെപ്പറ്റി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ല ഇങ്ങനെയുണ്ട്, അങ്ങനെയുണ്ട്. ഇങ്ങനെ പരസ്പരം പ്രചാരകരായി തീർന്നു കഴിഞ്ഞാൽ ഫിത്ന അവസാനിക്കുകയില്ല. അതുപോലെ തന്നെ ബുദുറൻ, നിങ്ങൾ ഫിത്നയുടെ വിത്ത് വിതക്കുന്നവരാവരുത്. ഈ വാക്കുമായി, വാർത്തയുമായി പോയിട്ട് എന്താ ചെയ്യുക? മറ്റവൻ്റെ ഹൃദയത്തിലേക്ക് ഫിത്നൻ്റെ വിത്തിട്ട് കൊടുക്കും. അതല്ലെങ്കിൽ എവിടെയാണോ ഉള്ളത് അവിടെ ഫിത്നയുടെ വിത്ത് ഇട്ട് കൊടുക്കും. പിന്നെ ആ ഫിത്ന വർദ്ധിക്കുകയാണ് ചെയ്യുക. സഹോദരങ്ങളെ, ഖാല ഖീലകൾ കൊണ്ട് ഒരുപാട് ഉപദ്രവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എത്രയോ നല്ല സ്നേഹത്തിൽ കഴിഞ്ഞ ആളുകൾ പിന്നീട് തെറ്റിലായി, അവരുടെ ബന്ധം നശിച്ചു പോയിട്ടുണ്ട് ഖാല ഖീലകൾ കൊണ്ട്. പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയകൾ, നമ്മൾ നേരം പുലർന്നാൽ ഇത് തുറന്നാൽ തന്നെ ഒരുപാട് വന്നിട്ടുണ്ടാവും. വിശ്വസിച്ച് സംസാരിച്ച വാക്കുകൾ വരെ അപ്പുറത്തേക്ക് എത്തിച്ചു കൊടുക്കും. നഖലുൽ കലാം എന്ന് അറബിയിൽ പറയും. നിങ്ങൾ അതിൻ്റെ മദായികളാവരുത്. അയാൾ ഇങ്ങനെ പറഞ്ഞു, അയാൾ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രചാരകരാവരുത്. ഖാല ഖീലകൾ കൊണ്ട് ഒരു ഉപകാരവും ഇന്നേ വരെ ലോകത്ത് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പഴയ കാലത്ത് ചില ആളുകൾ പറഞ്ഞു, ലം നസ്തഫിദ് മിൻ ജംഇനാ തൂല ഉംരിനാ സിവാ അൻ ജംഇനാ ഖീല വഖാലു. ഒരുപാട് കാലം സുദീർഘമായ നമ്മുടെ ജീവിതത്തിൽ നാം സ്വരുക്കൂട്ടിയത് നമുക്ക് ഉപകാരപ്പെട്ടില്ല. നമ്മൾ സ്വരുക്കൂട്ടിയത്, കേട്ടത്, നമ്മൾ പറഞ്ഞത് നമുക്കൊരു ഉപകാരവും എടുക്കാൻ സാധിച്ചില്ല. നമുക്ക് ആകെ കിട്ടിയത് എന്താണ്? ഒരുപാട് കാലം നമ്മൾ ജീവിച്ചു ഖീലയും ഖാലയുമാണ്. കുറേ ആൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, കുറേ ആൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് ജീവിതം കണക്കൂട്ടിയൊക്കെ ആകെ ഉണ്ടാവുക എന്ന് ഖേദത്തോടെ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് കാണാം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വകരിഹ ലക്കും ഖീല വഖാല. അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ കാര്യത്തിൽ ഖീലയും ഖാലയും വെറുത്തിരിക്കുന്നു.
സഹോദരങ്ങളെ, ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ഓരോരുത്തരും, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ, കാലകളും കീലകളും മാത്രമാണ് കൂടുതൽ നമുക്ക് കേൾക്കാൻ സാധിക്കുക. വ്യക്തമായി തെളിവുകളില്ലാതെ, അതല്ലെങ്കിൽ പ്രമാണങ്ങളില്ലാതെ അയാൾ അങ്ങനെ പറഞ്ഞു, ഇയാൾ ഇങ്ങനെ പറഞ്ഞു എന്നിങ്ങനെയുള്ള വാക്കുകൾ ധാരാളം നമുക്ക് കേൾക്കാം. അതുകൊണ്ട് സമൂഹത്തിൽ, സമുദായത്തിൽ ഉണ്ടാവുന്ന അപകടങ്ങൾ എത്ര വലുതാണ്. ഒരു മതപരമായ, ദീനിയായ ഒരു ഖിലാഫ്, അഭിപ്രായ വ്യത്യാസം ഉണ്ടായാൽ പോലും അതിൻ്റെ കൃത്യമായ ഒരു സമീപനം സ്വീകരിക്കാൻ പോലും സാധിക്കുകയില്ല. എന്തുകൊണ്ട്? കാലകീലക്കാർ കൂടെ ഉണ്ടായാൽ, ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞാൽ ആ അഭിപ്രായം അഹ്ലുസുന്ന വൽ ജമാഅത്തിനിടയിലുള്ള അഭിപ്രായ വ്യത്യാസമായാൽ പോലും പിന്നിലിരിക്കുന്ന ചില ഡ്രൈവർമാരുണ്ടാവും, അവർക്കത് പറ്റൂല. അങ്ങനെയാണ് ഒരുപാട് ഫിത്നകൾ ഉടലെടുത്തത്. ഒരുപാട് ഭിന്നിപ്പുകളും കക്ഷിത്വവും പ്രശ്നങ്ങളും സൗഹൃദ ബന്ധങ്ങൾ തകർന്നു പോയതും ഒക്കെ ഇങ്ങനെയുള്ള കാലകീലകൾ കൊണ്ടാണ്. അതിൻ്റെ പിന്നാലെ ഒരു കാലത്തും പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും പോവരുത് എന്നാണ്. ഒന്ന്, അല്ലാഹു തആല വെറുത്തിരിക്കുന്നു. രണ്ടാമത്തത്, പ്രിയമുള്ളവരെ, നേരത്തെ നമ്മൾ കേട്ടു, ഒരുപാട് കാലം ജീവിച്ചിട്ട് സ്വരുക്കൂട്ടിയത് എന്താണ് എന്ന് ചോദിച്ചാൽ കാലയും കീലയായിരിക്കും. നിങ്ങൾ കണ്ടില്ലേ, പഴയ കാലത്ത് നാട്ടിൻ പുറത്തുള്ള ചായക്കടയിൽ ഇരിക്കുന്ന ആളുകൾ വർഷങ്ങൾ കഴിഞ്ഞാലും അവരായി ഇരുത്തിയിരിക്കുന്നുണ്ടാവും. വഴി ചോദിക്കുന്ന ആളുകൾക്ക് വഴി പറഞ്ഞു കൊടുക്കാനും, വിവാഹം അന്വേഷിച്ച് വരുന്ന ആളുകളെ മുടക്കാൻ അല്ലെങ്കിൽ നടത്താൻ, ഇങ്ങനെ ചായയും കുടിച്ച് കുത്തിയിരിക്കുന്നുണ്ടാവും. കാലങ്ങളോളം ഇരുത്തായിരിക്കും. അവിടുന്ന് ഒരു പരിവർത്തനം ഉണ്ടാവുകയില്ല. നോക്കൂ, ഹക്കാണിത്. കാലകീലകളുമായി നടക്കുന്നവർ എല്ലാ കാലത്തും അവരായിരുന്ന സീറ്റിലായിരിക്കും. അതുകൊണ്ട് അവരുടെ കാലകീലകൾ കൊണ്ടുണ്ടാകുന്ന അനന്തരഫലം എന്തൊക്കെയാണ്? ഒരുപാട് ബന്ധങ്ങൾ ശിഥിലമായിട്ടുണ്ടാകും, ഒരുപാട് കുടുംബങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും, നാട്ടിൽ മുഴുവനും ഫിത്നകൾ ഉണ്ടായിട്ടുണ്ടാകും. കാരണം കാലകീലയുമായി ഇങ്ങനെ പോവുകയാണ്. അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഫിത്നകളുടെ വിത്ത് ഇങ്ങനെ പാകിക്കൊടുക്കും. വളരെ അപകടമാണ്. അതുകൊണ്ട് വ്യക്തമായ പ്രമാണമില്ലാതെ, തെളിവില്ലാതെ, നല്ലതല്ലാതെ സംസാരിക്കരുത്. നിങ്ങൾ നോക്കൂ, ഇങ്ങനെയുള്ള കാലകീലകൾ സംസാരിക്കുന്നവർ സംസാരിച്ചുകൊണ്ടേയിരിക്കും. ദിക്റെല്ലാം നേരം ഉണ്ടാവില്ല. അള്ളാഹുവിനുള്ള ദിക്റുകളും നന്മകളും ചൊല്ലാനും പറയാനും സമയമുണ്ടാവില്ല. പക്ഷെ കാലകീലകൾ പറയാൻ സമയമുണ്ടാവും. മണിക്കൂറുകളോളം ഇരുന്ന് ഇത് പറയും, ഇതിങ്ങനെ പറയും, എത്ര സമയങ്ങൾ ചെലവഴിക്കും. അതുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹിമഹുല്ലാഹ് ഈ ഹദീസ് കൊണ്ടുവന്നത്. കാലകീലകൾ എന്നത് ഒരുപാട് സംസാരം ഉണ്ടാകും. നമ്മുടെ നാവ് നിൽക്കാതെ സംസാരിച്ചുകൊണ്ടേയിരിക്കും. കാരണം ഒരാൾ വന്ന് കുറേ നേരം ഇത് കേട്ട് പോയി, ഇനി അടുത്ത ആൾ വരും, അയാൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് കഴിഞ്ഞ് അടുത്ത ആൾ വരും, ഇതെല്ലാം കഴിഞ്ഞാൽ വാട്സപ്പിൽ വിടണം. ഇന്നത്തെ കാലത്താണെങ്കിൽ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പൊക്ക് പുതിയത് കിട്ടും, പഴയത് മറന്ന് പിന്നെ അടുത്ത അവൻ്റെ തലയിലായിരിക്കും. അത് കഴിഞ്ഞ് കുറച്ച് അത് ഏകദേശം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് കിട്ടും, പിന്നെ അതിൻ്റെ പിന്നിലായിരിക്കും. ഇങ്ങനെ സഹോദരങ്ങളെ പറയുമ്പോൾ ചിലപ്പോൾ നമുക്ക് തമാശയായിട്ട് തോന്നും. പക്ഷെ ഇതുകൊണ്ട് ഇതിൻ്റെ അനന്തര ഫലങ്ങൾ അനുഭവിച്ചവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. ഇങ്ങനെ കാലകീലകൾ കൊണ്ട്, ഇത്തരം ഫിത്നക്കാരെ കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പൊതുവെ എല്ലാവരോടും ഉണർത്തുകയാണ്, അള്ളാഹു റബ്ബുൽ ആലമീൻ നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. നന്മകൾ ഉണ്ടാവുകയില്ല, ഖൈർ ഉണ്ടാവുകയില്ല. ഒരുപാട് കാലം ദർസിലിരുന്നിട്ടും ക്ലാസ് കേട്ടിട്ടും ഖുതുബ കേട്ടിട്ടും എന്താ ഇൽമു എന്ന് ചോദിച്ചാൽ കാലകീലായിരിക്കും. പ്രത്യേകിച്ച് ഇൽമിയായിട്ട് എവിടെ എത്തിയിട്ടുണ്ടാവില്ല. എന്താണ് ദീനിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് ചോദിച്ചാൽ അതൊന്നും നമുക്കറിയില്ല. പ്രശ്നത്തിൽ നമ്മൾ മുന്നിലുണ്ടാവും. കാലകീലക്കും പറഞ്ഞു കൊടുക്കാനും വിശദീകരിക്കാനൊക്കെ നമ്മളുണ്ടാവും. ആ ഒരു അവസ്ഥ, ആ ഒരു ദുരവസ്ഥ പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും ഉണ്ടാവരുത്. വസിയ്യത്തായി പറയുകയാണ്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. പറയുകയാണെങ്കിൽ ഖൈർ പറയുക, അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക. ഇതുപോലെ ഒരു അടിസ്ഥാനവുമില്ലാത്തത് പറയരുത്. അതേപോലെ തന്നെ മറ്റൊരു വശം, ഇതിൻ്റെ നേരെ വേറൊരു വശമുണ്ട്. ഖാല റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് തോന്നിയതുപോലെ ആളുകൾ പലതും തട്ടിവിടും. ഇന്നത് പറയപ്പെട്ടിരിക്കുന്നു, അങ്ങനെ പറഞ്ഞു അത്രേ, അങ്ങനെ പറഞ്ഞ് പല ഇബാദത്തുകളും പല ദിവസങ്ങളിലും ആളുകൾ വിടും. എഴുതിയിട്ട് അവർക്ക് തോന്നുന്ന പോലെ അത് നല്ലതല്ലേ
എന്ന് പറഞ്ഞിട്ട് ഖാല റസൂലുള്ളാഹി എന്ന് മുന്നിൽ കൊടുക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടാവുകയില്ല. അള്ളാഹു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഒരു എഴുത്തുകൾ ഉണ്ടാവും. അള്ളാഹു പറഞ്ഞാൽ ഖുർആനിൽ കാണണം, അതല്ലെങ്കിൽ ഖുദ്സിയായ ഹദീസിൽ വരണം ഒന്നുണ്ടാവില്ല. എന്നാലും അള്ളാഹു പറഞ്ഞു എന്നുണ്ടാവും. ഇതും ഈ പറഞ്ഞ രൂപത്തിലുള്ള ഖാലഖീലകളാണ്. അതിന്റെ പിന്നിലും നമ്മൾ പോകരുത്. വ്യക്തമായി ആരാണ് എഴുതിയത്, അതിന്റെ പ്രമാണം എന്താണ് എന്നറിയാത്തത് നമ്മൾ ഷെയർ ചെയ്യരുത്, നമ്മൾ ഇബാദത്ത് ചെയ്യരുത്, നമ്മളത് എടുക്കരുത്. കാരണം ഇൽമ് അത് ദീനാണ്. ഖാലഖീലകൾക്ക് പിന്നാലെ പോരുതെന്ന് പറഞ്ഞാൽ നാട്ടുവർത്താനം മാത്രമല്ല, ഈ പറഞ്ഞതും ഖാലഖീലകൾക്ക് പരിധിയിൽ വരും. ഇത്തരം എല്ലാവിധ ഖാലഖീലകളിൽ നിന്നും നമ്മൾ രക്ഷപ്പെടേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ഹദീസിന്റെ ബാക്കി നമുക്ക് വിശദീകരിക്കാം. അതുപോലെ അദ്ധ്യായത്തിൽ ഒരു ഹദീസ് കൂടിയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണം വരെ അവൻ്റെ ദീനിൽ ഉറച്ചു നിൽക്കാൻ നമ്മെ സഹായിക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്നകളിൽ നിന്നും കുഴപ്പങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅ്ലാ വ അഅലം. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.